ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് ഒരു ബോട്ട് നെക്ക് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് എളുപ്പത്തിൽ കാണിച്ചു തരാം കേട്ടോ. ഒരു ചെറിയ വീഡിയോ ആണ്. നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ബോട്ട് നെക്ക് ചെയ്തെടുക്കാൻ നോക്കാം. നമുക്ക് ബാക്ക് വശം ഫ്രണ്ട് വശം ഒരേ മാതിരി തന്നെയാണ് ബോട്ട് നെക്കിൽ അധികവും വരിക. പിന്നെ നമുക്ക് കുറച്ച് ഇറക്കം വേണമെങ്കിൽ ഈ ഇറക്കം മാത്രം കൂട്ടാം. മിനിമം സൈസ് 4 ഇഞ്ചാണ് ബോട്ട് നെക്കിൻ്റെ അളവ് വരിക കേട്ടോ എല്ലാത്തിലും. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൽ ഷോൾഡറും ഒന്നും ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല. നമുക്ക് ആദ്യം കഴുത്തകലം മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കഴുത്തകലം നമുക്ക് ഇതിൻ്റെ ഈ ജോയിൻ്റ് ഇല്ലേ, ആ ജോയിൻറ്റിൻ്റെ കറക്റ്റായി വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് കുറച്ച് കുടുക്കിയാണ്. അപ്പോൾ ബോട്ട് നെക്ക് പറയുമ്പോൾ നമ്മളൊരു ബോട്ടിൻ്റെ മാതിരിയല്ലേ നെക്ക് വരിക. അപ്പോൾ കുറച്ച് ഷോൾഡർ കുറച്ചും നെക്ക് വിട്ട് കുറച്ച് കൂടുതലായിട്ടാണ് ബോട്ട് നെക്കിൽ വരിക. അപ്പോൾ ഒരുപാട് ബോട്ട് നെക്കിന് വീതി വേണമെങ്കിൽ ഒരു 3.5 ഇഞ്ച് എടുക്കുക. 3.5 ഇഞ്ച് എടുത്തിട്ട് 4 ഇഞ്ച് ഇറക്കത്തിൽ നമുക്ക് അങ്ങനെ വരച്ചെടുക്കാം. ചെറിയ കുട്ടികൾക്കൊക്കെ ഒരു എസ് സൈസുള്ള കുട്ടികൾക്കൊക്കെ ഇല്ലേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 3.5 ഇഞ്ച് എടുക്കാം. അതിൽ നമുക്ക് അവർക്ക് തന്നെ കുറച്ചും കൂടി വൈഡായിട്ട് വേണമെങ്കിൽ 4 ഇഞ്ച് എടുക്കാം കേട്ടോ. തുടങ്ങുന്നത് ബോട്ട് നെക്ക് 4 ഇഞ്ച് തൊട്ടാണ് എൻ്റെ അറിവിൽ. നമുക്ക് നോക്കാം. 4 ഇഞ്ച് നമുക്കെടുക്കാം. 4 ഇഞ്ച് നമ്മളിതിപ്പോൾ ഈ നടുക്ക് പാർട്ടിൽ നിന്ന് 4 ഇഞ്ച് എടുത്തിട്ടുണ്ട്. താഴോട്ട് 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ നെക്കൊക്കെ വരയ്ക്കില്ലേ, അതേ തന്നെയാണ്. എന്നിട്ട് ഒരു ബോക്സ് ആക്കുക. എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ. അത്ര പറയുമ്പോൾ തന്നെ കുറച്ച് കഷ്ടമായിട്ടുള്ളത് ബോട്ട് നെക്ക് പറയുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഷോൾഡർ നമുക്ക് 3 ഇഞ്ച് കൊടുക്കാം. അപ്പോൾ ഷോൾഡർ 7 ഇഞ്ച് 14 ഇഞ്ചാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ നമുക്ക് 7 ഇഞ്ച് വരും. അപ്പോൾ അതിൽ 4 ഇഞ്ച് കഴുത്തകലവും 3 ഇഞ്ച് ഷോൾഡറും. ഇതിൽ 1/2 ഇഞ്ച് പോകുമ്പോൾ നമുക്ക് ഒരു 1/2 ഇഞ്ച് പോകുമ്പോൾ നമുക്ക് 2 ഇഞ്ച് ഷോൾഡർ കിട്ടും. നമുക്ക് അവിടുന്ന് ഈ ഷോൾഡർ മാർക്ക് ചെയ്തില്ലേ, അവിടുന്ന് നമുക്ക് താഴോട്ട് ആം ഹോൾ വരയ്ക്കാം കേട്ടോ. 5.5 ഇഞ്ച് ആം ഹോൾ വരയ്ക്കുന്നുണ്ട്. അതിന് നമുക്കൊരു ബോക്സ് ആക്കാം. 8.5 ഇഞ്ച് ചെസ്റ്റ് വണ്ണം. അവിടുന്ന് നമുക്ക് 1.5 ഇഞ്ച് കൈക്കുഴി. ചെറിയ ഷേപ്പ് വരച്ചിട്ട് ഇങ്ങനെ വരച്ചിട്ട് പിന്നെ ഇവിടുത്തെ ഇതൊന്നും ഞാൻ കാണിക്കുന്നില്ല. ബോട്ട് നെക്ക് മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇവിടുന്ന് നമുക്കൊരു 1 ഇഞ്ച് അളവെടുക്കാം. 1 ഇഞ്ച് അളവെടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് കർവ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇനി കട്ട് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ക്യാൻവാസ് ഒന്നും ഇല്ലാതെയാണ് ചെയ്തെടുക്കുന്നത്. ക്യാൻവാസ് ആണെങ്കിൽ നമുക്ക് ഇതേമാതിരി ഒരു 3 ഇഞ്ച് ഇറക്കത്തിൽ ക്യാൻവാസിനെ വെട്ടിയെടുത്തതിന് ശേഷം അത് ഒരു തുണിയിൽ വെച്ച് തിരിച്ചടിക്കുക. അത്രയേ ഉള്ളൂ. ക്യാൻവാസിലും ബുദ്ധിമുട്ടില്ല. നമുക്കത് വെട്ടിയെടുത്തില്ലേ, ഇതിനെ നമുക്ക് നല്ല തുണിയിൽ വെച്ച് എങ്ങനെയാണ് തിരിച്ചടിക്കുക നോക്കാം. നെക്കൊക്കെ നമ്മൾ തിരിച്ചടിക്കില്ലേ, അതേമാതിരി തന്നെയാണ്. അതിൻ്റെ സെൻറ്റർ പാർട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് കഴുത്തകലമൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിൽ നല്ല തുണിയിൽ ഞാൻ ഷോൾഡർ ഒന്നും കട്ട് ചെയ്തെടുത്തിട്ടില്ല. ലൈനിങ് വെച്ചിട്ട് അങ്ങനെ തിരിച്ചടിക്കുകയാണ്. കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ നെക്കൊക്കെ അടിക്കുന്ന മാതിരി തന്നെ ഇതിൻ്റെ ഓരത്തൂടെ നമുക്ക് അടിച്ചുകൊണ്ട് വരിക. എന്നിട്ട് തിരിച്ചടിക്കുക. ഇപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓരത്തൂടെ 1/4 ഇഞ്ച്
നമ്മൾ ഈ കാരഞ്ചി വിട്ടിട്ടില്ലേ അതിൽ നിന്ന് ഒരു കുറച്ച് വിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ എഡ്ജിൻ്റെ ഭാഗമൊക്കെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം. ഈ സ്റ്റിച്ചിൽ പെടാതെ വേണം കട്ട് ചെയ്ത് കൊടുക്കുക. അത് ഈ നെക്കല്ല, ഏത് നെക്ക് ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇനി തുണിയൊന്ന് നമുക്ക് മറിച്ചെടുക്കാം. മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പതിച്ചടിക്കുക. ഒന്ന് തുണിക്ക് കറക്റ്റായിട്ട് വന്നതിന് ശേഷം ഒന്ന് വിരൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് വിടുക. എന്നിട്ട് കറക്റ്റായിട്ടൊന്ന് നമുക്ക് അതിൻ്റെ ഓരത്തൂടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ നെക്ക് പതിച്ചടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഷോൾഡറും ആം ഹോളൊക്കെ ഒന്ന് പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് നമുക്ക് തന്നെ ക്യാൻവാസ് ഒന്നും ഇല്ലാതെ ലൈനിങ്ങിൽ തന്നെ നമുക്ക് ബോട്ടിനൊക്കെ ചെയ്തെടുക്കാം. ഷോൾഡർ ഇത്ര പോകുമ്പോൾ കഴുത്ത് ഇത്ര കയറും കേട്ടോ. ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വേറെ നെക്കൊക്കെയല്ലേ നമ്മളെപ്പോഴും ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്ന് ഈ ബോട്ടിനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.